തുർക്കി രാജ്യത്തിന്റെ പ്രത്യേകത എന്നറിയോ? തുർക്കി രാജ്യത്ത് സ്ട്രേ ആനിമൽസ് ഇല്ല. സ്ട്രേ ആനിമൽസ് ഇല്ല എന്നല്ല, അവര് സ്ട്രേ ആനിമൽസ് ആയിട്ട് കാണുന്നില്ല. അവിടെ എല്ലാ ആനിമൽസിനും അവർ ഫ്രണ്ട്ലി ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഇപ്പം തെരുവ് നായ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അങ്ങനെ ഇല്ല. തുർക്കി രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഇസ്താൻബുളിന്റെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ ഓഫ് കാറ്റ്സ് എന്നാണ് ഇസ്താംബുളിനെ അറിയപ്പെടുന്നത്. 2 ലക്ഷത്തിലേറെ തെരുവ് പൂച്ചകൾ ഇസ്താംബുളിലുണ്ട്. നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. കാറ്റ്സ് ഓഫ് ഇസ്താംബുൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ തന്നെ സജഷൻ തന്നിട്ട് എന്തായാലും വീഡിയോസ് വരുന്ന അറിയോ. ഞാൻ ഇതിന്റെ ഹിസ്റ്ററി വായിച്ചപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ തന്നെ ഈ ഇസ്താൻബുളിലുള്ളവർക്ക് പൂച്ചപ്രിയം തുടങ്ങിയതാണ്. ഹിസ്റ്ററി പറയുന്നത് പൂച്ചപ്രിയം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാന ലിഖിതങ്ങളും കൃതികളൊക്കെ എലികൾ കഴിച്ചു നിന്നപ്പോഴത്തേനും പൂച്ചനെ വളർത്തി അങ്ങനെ പൂച്ചകളിലേക്കുള്ള പ്രിയം കൂടി നിന്നാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നത് ഇവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് പൂച്ചയാണെന്നാണ് പറയുന്നത്. പൂച്ചകളെ സ്നേഹിക്കാത്ത ആൾക്കാർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പൂച്ചയുടെ പ്രതിമ തന്നെയുണ്ട്. അത് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ഒരു തെരുവ് പൂച്ചയായിരുന്നു ടോം ബില്ലി എന്ന് പറഞ്ഞിട്ട്. 2016 ചത്തുപോയി. അപ്പം അവര് ആ പൂച്ചയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ആ പൂച്ചയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പടിക്കെട്ടിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഉദാസീനായിട്ട് ആൾക്കാരെ നോക്കിയിരിക്കുന്നത്. അതായിരുന്നു ആ പൂച്ചയുടെ ഹോബി എന്നാണ് അവർ പറയുന്നത്. അവിടെ വേറെ പ്രത്യേകത വെച്ചാൽ ഈ പൂച്ചകൾക്ക് അവിടെ എവിടെ വേണേലും കയറിച്ചില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പൊ ഒരു പൂച്ച കയറി ഓടിച്ചു വിടില്ല, ഇപ്പൊ പൂച്ച തൊട്ടില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എല്ലാ പൂച്ചകളും എല്ലാവരും ഫ്രണ്ട്ലി ആണ്. ഇവരും അതുപോലെ തന്നെ മനുഷ്യരെ കാണുന്ന പോലെ തന്നെ പൂച്ചകളെ കാണുന്നത്. അതാണ് ക്യാപിറ്റൽ ഓഫ് കാറ്റ്സ് എന്നറിയപ്പെടുന്നത്.